തിരുവിതാംകൂർ രാജകൊട്ടാരത്തിലെ പ്രഭുക്കന്മാർക്കിടയിൽ സർവ്വ ആദരവും ഏറ്റുവാങ്ങി ജീവിച്ചിരുന്ന ഒരു മഹാപണ്ഡിതൻ. രാജകുടുംബവുമായി അടുത്ത ബന്ധം, കയ്യിൽ അളവറ്റ സമ്പത്ത്, സമൂഹത്തിൽ വലിയ പദവി. 19-ാം നൂറ്റാണ്ടിൽ തിരുവിതാംകൂറിനെ അത്ഭുതപ്പെടുത്തിയ ഈ ദൈവഭക്തനെ ലോകം വിളിച്ചു പുഞ്ചമണ്ണിൽ മാമനുപദേശി. 1868 മാരാമൺ പുഞ്ചമണ്ണിൽ കുടുംബത്തിൽ ജനിച്ച മാമന്റെ ജീവിതം മാറിമറിഞ്ഞത് 1898 വസൂരിക്കാലത്താണ്. മാരകമായ രോഗം ബാധിച്ച് മരണക്കരയിലെത്തിയ മാമനെ സുഹൃത്തുക്കളും കൊട്ടാരവും കൈവിട്ടു. എന്നാൽ പ്രാർത്ഥനയിലൂടെ ലഭിച്ച അത്ഭുതകരമായ രോഗസൗഖ്യം അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചു. തൻ്റെ 34-ാം വയസ്സിൽ ലഭിച്ച ദൈവവിളിയെ തുടർന്ന് അദ്ദേഹം കൊട്ടാര പദവികളും അളവറ്റ സ്വത്തും സുവിശേഷത്തിനായി പൂർണ്ണമായി ഉപേക്ഷിച്ചു. ഇവിടെ ചരിത്രപരമായ ഒരു വലിയ തെളിവ് നാം ഓർക്കണം. പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് വിദ്വാൻ കുട്ടിയാണ് ഇദ്ദേഹം എന്നാണ്. എന്നാൽ ചരിത്രരേഖകൾ പ്രകാരം മാമനുപദേശി ഗാനങ്ങളൊന്നും രചിച്ചിട്ടില്ല. അദ്ദേഹം ഒരു ഗാനരചയിതാവല്ല, മറിച്ച് തൻ്റെ വാക്കുകളാൽ ജനങ്ങളെ ജ്വലിപ്പിച്ച പ്രസംഗകനായിരുന്നു. ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രിസ്തീയ കൂട്ടായ്മയായ മാരാമൺ കൺവെൻഷന്റെ ആദ്യകാല വളർച്ചയ്ക്ക് പിന്നിൽ മാമനുപദേശിയുടെ പ്രാർത്ഥനകളായിരുന്നു. ബൈബിളിലെ ഏലിയാവ് പ്രവാചകനെ പോലെ പുലർച്ചെ കുന്നിൻ മുകളിൽ കയറി ഉറക്കെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പതിവായിരുന്നു. മാറാവ്യാധികളാൽ ബുദ്ധിമുട്ടിയ അനേകർ സൗഖ്യം പ്രാപിച്ചതോടെ ചരിത്രം അദ്ദേഹത്തെ കേരളത്തിലെ ഏലിയാവ് പ്രവാചകൻ എന്ന് വിശേഷിപ്പിച്ചു. തൻ്റെ ജീവിതത്തിൻ്റെ 45 വർഷക്കാലം പൂർണ്ണമായും ദൈവവേലയ്ക്കായി സമർപ്പിച്ച് 1947 ജൂലൈ 14 അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു. സമ്പത്തെല്ലാം ഉപേക്ഷിച്ച് ലളിത ജീവിതം നയിച്ച മാമനുപദേശിയുടെ ചരിത്രം ഇന്നും വലിയൊരു പ്രചോദനമാണ്. ഇതുപോലുള്ള സത്യസന്ധമായ ആത്മീയ ചരിത്രങ്ങൾക്കായി ഈ പേജ് ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യൂ.